ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ചിക്കൻ 65 ആണ് കേട്ടോ. നമ്മൾ സോസോ കളറോ ഒന്നും ചേർക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു 65 റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് അളന്നെടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് ലാസ്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഇത് നാടൻ മുളക് പൊടിയാണ് കേട്ടോ. എരിവുണ്ട്, കളറ് കുറവാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. സെയിം അളവ് തന്നെ 1.5 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോറും മൈദയും ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടി കൊടുക്കുക. ഇതിലേക്ക് ഒരു മുട്ടയുടെ പകുതിയാണ് ഞാൻ ചേർക്കുന്നത്. ഞാനിപ്പോൾ 1 കിലോ ചിക്കനിലേക്കുള്ള അളവുകളാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു മുട്ട മുഴുവനായിട്ട് നമുക്ക് വേണ്ട. ഒരു മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഇതിൽ മസാലയിൽ ഉപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ്റെ പീസസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ആക്കി ഇട്ടെടുക്കുക. ഞാൻ ചിക്കൻ മുഴുവൻ ഭാഗം എടുത്തിട്ടുണ്ട്, എല്ലാ പാർട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കളറൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ നല്ല കളറുണ്ടാവും. കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് പ്രത്യേകിച്ച് ഗരം മസാല, ചിക്കൻ മസാല ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം നന്നായിട്ട് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിക്കും ചിക്കനിൽ. ചിക്കൻ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ എല്ലാ ചിക്കനും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി ഇതൊരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉള്ളിയും ക്യാപ്സിക്കും ഇതിൽ കടന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കണം കേട്ടോ. നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് ഓയിലിട്ടിട്ട് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കരുത്. ഇത് ചിക്കന് ഫ്രൈ ആകുന്നതിനോട് കൂടെ തന്നെ ഇതും ഫ്രൈ ആവണം. നല്ല ഒരു ക്യാപ്സിക്കത്തിൻ്റെയും ഉള്ളിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആ ചിക്കനിൽ മൊത്തമായിട്ട് ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ കൂടെ കറിവേപ്പിലേനേക്കാളും നല്ലത് മല്ലിയിലയാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റാണ് നന്നായിട്ട് വരിക. അപ്പോൾ കറിവേപ്പില ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കത്തിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു സോസോ ഒന്നും വേണ്ട. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.